അടിപൊളിയല്ല, സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ചെയ്യണത്. ഇത് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് വലിയ പീസായിട്ട് 4 പീസായിട്ടാണ് നമ്മൾ എടുത്തേക്കണത്. അതേപോലെ നമുക്ക് എല്ലാ കറിക്ക് ആവശ്യമായ മസാലക്കൂട്ടുകളെല്ലാം നമ്മൾ അതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഉപ്പ് ഇത്തിരി മുന്നിലായിട്ട് നിൽക്കണം കേട്ടോ ഇതിന്. അതേപോലെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. കൂടുതൽ തക്കാളിയൊന്നും ആവശ്യമില്ല, പിന്നെ പുളി അങ്ങനെയൊക്കെ ഐറ്റംസ് ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചിക്കൻ നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, എല്ലാ മസാല, അങ്ങനെ ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഉപ്പും അതിനകത്ത് ആഡ് ചെയ്തിട്ട് നല്ല ഇത്തിരി മുന്നിലായിട്ട് നിർത്തുന്ന ലെവലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ചെയ്തേക്കണത് ഇതിൽ ഉപ്പ് കൂടുതൽ ലെവലാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് സവാള ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടി കുക്കറിലിട്ടാണ് ചെയ്യണത്. നല്ലപോലെ വേവണം കേട്ടോ. അതേപോലെ തന്നെ സവാളയും നമ്മൾ അരിയാതെ ഇതേപോലെ കുക്കറിലോട്ട് നന്നാക്കിയ ഫുൾ സവാള തന്നെയാണ് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് ആ ചിക്കൻ്റെ കൂടെ ആ മസാലയും കാര്യങ്ങളും ആ ഇതുമ്മ പിടിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ പിടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് നമുക്കത് കിട്ടണത് കേട്ടോ. അതിന് ശേഷം നമ്മൾ തുറന്നെടുത്തതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ ഇഞ്ചിയും നമ്മൾ എല്ലാം അരിഞ്ഞ് വെച്ചൊക്കെ എടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ആ വെന്ത സവാള നമ്മൾ ഇതിനായി മൂപ്പിച്ചെടുത്ത മുളകിലോട്ടൊക്കെ മിക്സ് ചെയ്യണം. അത് നല്ലപോലെ വെന്തേക്കണതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് അത് മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ, നല്ലപോലെ. അപ്പോൾ ഇതേപോലെ വന്ന് നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് അനങ്ങാതിരിക്കണത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അത് നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിനകത്തോട്ട് ചിക്കൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നത്തെ പോലും പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുക്കറിലോട്ട് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിയിലയുടെ കുത്ത് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇഷ്ടപ്പെടാത്തവർ ഇത് ഒഴിവാക്കാം, ചിലവർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ പിന്നീട് കുക്കറിൽ നമുക്ക് ചിക്കൻ വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട. പക്ഷേ എന്നാലും ചിക്കനിലെ വെള്ളം ഇതിനകത്തോട്ട് വരും. ഇതിനകത്ത് ഇത്തിരി കൂടുതൽ വെള്ളമുണ്ട്. പക്ഷേ ഞാനത് ഊറ്റി കളഞ്ഞില്ല. ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചപ്പോൾ അത് വറ്റി. നല്ലപോലെ വറ്റിയതിന് ശേഷം ഉണ്ടാ അടി പിടിക്കാതെയൊക്കെ നല്ലപോലെ അധികം ശക്തമായിട്ട് ഇളക്കി കൊടുക്കാനും പറ്റില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശക്തമായിട്ട് ഇളക്കി കഴിയുമ്പോൾ ചിക്കൻ ചിലപ്പോൾ പീസായി പോകും. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള സംഭവം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ.